എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നേവി കപ്പലായിരിക്കും കാണിക്കുക. ലൂഫി ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ലൂഫിക്ക് ആ ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് പിടിക്കില്ല. ഇത് സാഞ്ചി ഉണ്ടാക്കുന്ന ഫുഡിന്റെ ഏഴയലത്ത് പോലും വരില്ല. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ വെട്ടി വിഴുങ്ങും. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ പ്രിൻസസ്, അവൾ ഇപ്പോഴും ലൂഫിയെ കുറിച്ച് ഓരോ പകൽ കിനാവൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ദുസ്വപ്നം അവളുടെ മനസ്സിലേക്ക് വരിക. ലൂഫിയുടെ ടീമിലുള്ള നാമിയും റോബിനും ലൂഫി പ്രിൻസസിനെ ഒഴിവാക്കി അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് പോകുന്നതായിട്ട് അവൾ കാണും. അവൾ ഒരുപാട് ദേഷ്യത്തിലും വിഷമത്തിലും ഇപ്പൊ ലൂഫിയെ നോക്കി നിലവിളിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അവരുടെ റൂമിന് പുറം കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരെയും അവൾ ശിലയാക്കി വെച്ചിരിക്കുകയാണ്. നേവി സോൾജിയേഴ്സ് ജീവൻ പേടിച്ച് ഇപ്പൊ ഒരുപാട് ദൂരത്ത് നിന്നായിരിക്കും അവരെ വാച്ച് ചെയ്യുക. കട്ട് ചെയ്ത ഗ്രാൻഡ് ലൈനില് അതിനിഗൂഢമായ വലിയൊരു ഐലാൻഡ് കാണിക്കും. അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം തന്നെ തകർന്നു കിടക്കുകയാണ്. അവിടെ നമ്മുടെ പെറോണ വില്ലെത്തി ഇത്രയും കാലമായിട്ട് ആ ഒരു ഐലാൻഡിലാണ് പെട്ട് കിടക്കുന്നത്. അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരേ ഒരു ചിത്രം അവസാനമായിട്ട് ആ കൂമ അവൻ അവളെ അട്ടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച ആ ഒരു രംഗം മാത്രമാണ്. അവൾ ദേഷ്യപ്പെട്ട് പറയും, അവനെ എന്റെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും ഞാൻ ചവിട്ടി കൂട്ടും. ഇവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവൾക്ക് പഴയതുപോലെ സോംബി സബോർഡിനേറ്റ്സ് ഇല്ല എന്നതാണ്. അവൾക്ക് ആജ്ഞാപിക്കാനോ അവളുടെ കാര്യം ചെയ്യിപ്പിക്കാനോ ആരുമില്ല. അതിനുപരിയായിട്ട് സാൻഡ്വിച്ച്, പിസ്സ, ഡാർക്ക് ചോക്ലേറ്റ് എന്നിങ്ങനെ ഒന്നും അവിടുത്തേതുപോലെ ഇവിടെ കിട്ടാനില്ല. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്ന അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ടീമിലുള്ള ഒരാള് അവിടേക്ക് അടിച്ചു വന്ന് വീഴുക. ആ ശബ്ദം കേൾക്കേണ്ട താമസം ഒരുപാട് പ്രതീക്ഷയില് അവൾ അവളുടെ സോളുമായിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പറന്നു വരും. ആ ഭാഗത്തേക്ക് വന്ന അവളാണെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കാവും. അത് മറ്റാരുമല്ല, സാക്ഷാൽ സോറോ. അവന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അവൾക്ക് പിടികിട്ടും ഇത് ഉറപ്പായിട്ടും കൂമ ചെയ്തത് തന്നെയാണ്. അവൾ അവന്റെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് പിടികിട്ടുക. അവൾ അങ്ങനെ റിട്ടേൺ പോയി അവളുടെ ബോഡിയുമായി തിരികെ വരും. അതിനുശേഷം സോറോയെ തൂക്കിയെടുത്ത് ഒരു കോട്ടയിലേക്ക് കൊണ്ടുവന്ന് അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അവന്റെ അടുത്ത് നിന്ന് അവൾ മാറാതെ അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം സോറോ പതിയെ കണ്ണു തുറക്കുകയാണ്. അപ്പോഴായിരിക്കും അവനൊരു കാര്യം മനസ്സിലാവുക, അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ആ അടിയില് അവന്റെ കാറ്റ് പോയിട്ടില്ല, അവന് ജീവനുണ്ടെന്ന്. സോറോ ഒരു സെക്കൻഡ് അവസാനമായിട്ട് കൂമ അവൻ സോറോയെ അട്ടിച്ചു തെറിപ്പിക്കുന്ന ആ ഒരു രംഗം ആലോചിക്കും. അതാലോചിച്ച് അങ്ങനെ നിലവിളിക്കുകയാണ്. നിലവിളി കേൾക്കേണ്ട താമസം അടുത്തുണ്ടായിരുന്ന നമ്മുടെ വില്ലത്തി പെറോണ. അവളാണെങ്കിൽ പേടിച്ചലറി കസാരയിൽ നിന്ന് തെറിച്ച് താഴെ വീഴും. സോറ് ചോദിക്കും, ഞാനിപ്പോ എവിടെയാ? എനിക്ക് എന്താ സംഭവിച്ചേ? നീ ആ ഗോസ്റ്റ് ഐലാൻഡിൽ കണ്ട പെറോണയല്ലേ? എന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡുകൾ എവിടെ? അതിനവള് പറയും, അതെ, ഞാൻ പെറോണ തന്നെയാണ്. എന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡുകൾ അതെന്റെ കയ്യിൽ സേഫാണ്. അതൊരു കാരണവശാലും ഞാൻ നിനക്ക് തിരികെ തരില്ല. അത് കേട്ട് സോറോ അവൻ ടെൻഷനാവും. മര്യാദക്ക് എന്റെ സ്ക്വാഡ് എനിക്ക് തിരികെ തരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവനിപ്പോ അവൾക്ക് നേരെ വരും. അത് കാണേണ്ട താമസം അവൾ നെഗറ്റീവ് ഗോസ്റ്റ് ഉപയോഗിച്ച് അവനെ തളർത്തി കളയാണ്. അതുകൊണ്ട് അവളാണെങ്കിൽ ഡബിൾ ഹാപ്പി. താങ്ക് യു വെരി മച്ച് കുമഷി. നിന്നെ എനിക്ക് തിരികെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് പറഞ്ഞ് അവള് സോറയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ സോറയെ കാണിക്കും. അവളാണെങ്കിൽ ബാൻഡേഡ് ഒക്കെ കെട്ടിവെച്ച് ഇപ്പൊ സോറയെ കുമഷിയെ പോലെ ആക്കിയിരിക്കുകയാണ്. സോറോ പല്ല് കടിച്ച് അവളങ്ങനെ നോക്കും. അത് കണ്ട് അവള് വീണ്ടും വീണ്ടും ആ ഗോസ്റ്റ് പവർ അവന്റെ ബോഡിയിലൂടെ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കും. എല്ലാറ്റിനും ഒടുവിലായിട്ട് സോറോ അവനാണെങ്കിൽ ആ ബാൻഡേജ് മുഴുവൻ അഴിച്ച് നിലത്തിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ നോക്കും. അപ്പൊ അവൾ ചോദിക്കും, സത്യം പറയും, നീ ശരിക്കും എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പോവാണോ? അതിന് സോറോ പറയും, നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അടുത്ത നിമിഷം ആ പെറോണ അവൾ വലിയൊരു നെഗറ്റീവ് ഗോസ്റ്റിനെ അവന്റെ ബോഡിയിലേക്ക് ആഞ്ഞടിപ്പിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലാൻഡ് ഓഫ് പോവർട്ടി എന്നൊരു വലിയ ഐലാൻഡ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഈ ബ്ലാക്ക് മാസിനെ ഒക്കെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവരാണെങ്കിൽ കൂടുതലായിട്ടുള്ള പവറിന് വേണ്ടിയിട്ട് സാത്താനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വലിയ ഉച്ചത്തില് സാത്താൻ ഞങ്ങളുടെ ഇടയിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരെ കത്തിച്ചു വെച്ചിരുന്ന കാൻഡിൽസ് അതെല്ലാം വലിയൊരു കാറ്റടിച്ച് കെട്ട് ഇപ്പോ എന്തോ ഒരു സാധനം അവരുടെ വീടിന് മുകളിലേക്ക് വന്ന് പതിക്കുകയാണ്. അവര് സാത്താനെ വിളിച്ചതും എന്തോ വന്ന് വീട്ടിലേക്ക് വീണു. അവര് കരുതുക അവരുടെ സാത്താൻ അവിടേക്ക് വന്നു എന്നാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ വന്ന് വീണ ആളെ കാണിക്കുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ബ്രൂക്കാണ്. ബ്രൂക്കിന്റെ എല്ലും കൊട്ടും അവന്റെ തലയും ബോഡിയും അതൊക്കെ കാണുമ്പോൾ തന്നെ അവർ ഉറച്ചു വിശ്വസിക്കും ഇത് സാത്താൻ തന്നെയാണ്. അവർ ഇത്രയും നേരം ഉണ്ട പൊട്ടി വിളിച്ചത് വെറുതെ ആയില്ല എന്ന് പറഞ്ഞ്
അവരിപ്പോ സമാധാനിച്ച് ഒരുപാട് റെസ്പെക്റ്റില് അവരുടെ ദൈവത്തെ നോക്കും. ആക്ച്വലി ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് സാത്താനെ വിളിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഒരു കംപ്ലൈന്റ് സാത്താനോട് പറയാനാണ്. ബ്രൂക്കിനെ കണ്ട് സാത്താനാണെന്ന് കരുതി അവരിപ്പോ അവരുടെ വിഷമം പറയും. നീളത്തിൽ കൈയുള്ള ഒരു വൃത്തികെട്ടവൻ, അവനൊരു ട്രൈബാണ്, ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അവൻ അടിച്ചു മാറ്റി, അവനോട് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കണം. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ വീണ വീഴ്ചയില് കാലും കൈയൊക്കെ തടവി പതിയെ എഴുന്നേക്കാണ്. അതുകൊണ്ട് അവരെല്ലാവരും ബ്രൂക്കിന് നേരെ സാഷ്ടാംഗം പ്രണമിക്കും. ഞങ്ങളുടെ ഈ വലിയ പ്രശ്നം അത് നിങ്ങൾ സോൾവ് ചെയ്ത് തരുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവര് കൂട്ടം ചേർന്ന് ഇപ്പൊ ബ്രൂക്കിനോട് അപേക്ഷിക്കും. ബ്രൂക്ക് ആണെങ്കിൽ എഴുന്നേറ്റ് വന്ന് ചുറ്റും നോക്കും. അവന്റെ ടീംമേറ്റ്സിനെ ആരെയും കാണാനില്ല. അപ്പൊ ബ്രൂക്കിന്റെ ബോഡി അത് വലിയ ലൈറ്റ്നിങ് പവറേറ്റ് പർപ്പിൾ കളറില് അങ്ങനെ പ്രകാശിക്കുകയാണ്. അത് കണ്ട് ബാക്കിയുള്ളവര് അവര് കരുതും അവരുടെ ദൈവമായിട്ടുള്ള സെയ്ത്താൻ അത് തിരികെ പോവാണെന്ന്. അവര് വീണ്ടും ഇപ്പൊ ബ്രൂക്കിന്റെ കാലിൽ വീണ് അപേക്ഷിക്കും, പ്ലീസ് നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം, ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ് തരാം, നിനക്ക് ആവശ്യമായിട്ടുള്ള പൂജ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അത് കേട്ട് ബ്രൂക്ക്, എനിക്കറിയേണ്ടത് നീ ഇട്ട പാന്റ് അതേത് കളറാണെന്ന് ചോദിച്ച് ഏതോ ഒരു പെൺകുട്ടിയുടെ നേർക്ക് വിരൽ ചൂണ്ടും. അത് കേട്ട് ആ പെണ്ണ് ഷോക്കായിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് മറയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ഒളിച്ചും പാത്തും ലൂഫിയുടെയും പ്രിൻസസിന്റെ റൂമില് എന്താ നടക്കുന്നതെന്ന് അറിയാൻ തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും യാതൊരു റെസ്റ്റും ഇല്ലാതെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടനെ ആ സോൾജിയേഴ്സ് ആണെങ്കിൽ അവരുടെ ഹെഡിനെ കൂട്ടി ആ റൂമിലേക്ക് വരികയാണ്. ആൾ ഡോർ നോക്ക് ചെയ്ത് ആ പ്രിൻസസിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? അപ്പോഴായിരിക്കും ഒരു വമ്മ ട്വിസ്റ്റ്. പ്രിൻസസ് ആണെങ്കിൽ ആ ഡോർ തുറക്കും. അതിനുശേഷം അവര് കഴിച്ച ഫുഡിന്റെ വേസ്റ്റും പ്ലേറ്റ്സ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരും. പിന്നീട് ലൂഫി സംസാരിക്കുന്നത് പോലെ തന്നെ അവളും സംസാരിക്കാൻ തുടങ്ങും. അവരാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. അപ്പൊ ഇവളാണോ ഈ ശബ്ദത്തിൽ സംസാരിച്ചതെന്ന് അവര് വണ്ടടിച്ച് ആലോചിക്കും. അവളാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഫുഡ് കുഴപ്പമില്ല, ഇനി മുതൽ 5 നേരത്തേക്ക് ഇതുപോലെ ഫുഡ് വേണം. അതിനുശേഷം അവൾ ഡോർ വലിച്ചടച്ച് അകത്തേക്ക് വരികയാണ്. ലൂഫി അപ്പോഴും ഇതൊന്നും അറിയാതെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടെയാണെങ്കിൽ വൈറ്റ് ബിയർഡിന്റെ ആൾക്കാര് അവർ ഇതിനോടകം ഒരുപാട് കപ്പലുകളും നേവി ആൾക്കാരെയും ഒക്കെ തന്നെ തല്ലി തകർത്തിരിക്കുകയാണ്. ഉടനെ അവിടേക്ക് ഒരുപാട് വാർലോഡ്സും നേവി കിങ്സ് ഒക്കെ കടന്നു വരികയാണ്. മറ്റൊരു ഭാഗത്ത് മാരി ജോയ്സില് നേവിയിൽ തന്നെ ഏറ്റവും പവർഫുള്ളും സ്ട്രോങ്ങും ആയിട്ടുള്ള സോൾജിയേഴ്സിനെ അണിനിരത്തിയിരിക്കുകയാണ്. അപ്പൊ 7 വാർലോഡ്സ് അവരവിടേക്ക് വന്ന ആവശ്യമായിട്ടുള്ള ഫുഡും വെള്ളമൊക്കെ കുടിച്ച് ഇപ്പൊ റിലാക്സ് ചെയ്യാണ്. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഈ പേസിനെ കാണിക്കും. അവന്റെ ബോഡി മുഴുവൻ ഒരുപാട് ചെയിനൊക്കെ ഇട്ട് ഒന്നനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അവനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഉടനെ കാർപ്പ് ആളിപ്പോ എയ്സിന്റെ മുൻപിലേക്ക് വന്ന് അവനെ നോക്കി പൊട്ടിച്ചിരിക്കും. എയ്സ് പറയും, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, എന്നെ കൊന്നാലെങ്കിലും ഈ പ്രശ്നങ്ങൾ മുഴുവനായിട്ടും സോൾവ് ആകുമല്ലോ. അതിനുശേഷം എയ്സ് ഇപ്പൊ വൈറ്റ് ബിയർഡിനെ ഓർത്ത് പൊട്ടിക്കരയാൻ തുടങ്ങും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.